പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരായ വിദ്വേഷ പ്രസംഗ പരാതികളിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബിജെപിയും കോൺഗ്രസും തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. അതിനിടെ പ്രധാനമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശമടങ്ങിയ വീഡിയോ ബിജെപിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് നീക്കി. നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ വിദ്വേഷ പ്രസംഗ പരാതികളിൽ ബിജെപിയും കോൺഗ്രസും മറുപടി നൽകേണ്ട സമയപരിധി തിങ്കളാഴ്ച അവസാനിച്ചിരുന്നു. എന്നാൽ മറുപടിക്ക് പകരം വിശദീകരണം നൽകാൻ കോൺഗ്രസ് ബിജെപി അധ്യക്ഷന്മാർ കൂടുതൽ സമയം തേടുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത തിങ്കളാഴ്ച വരെയാണ് സമയം നീട്ടി നൽകിയത്. രാവിലെ 11-നകം മറുപടി നൽകണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബൻസ്വാരയിൽ മുസ്ലിം മതവിഭാഗത്തിനെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗം ഉൾപ്പെടുത്തിയ ആനിമേഷൻ വീഡിയോ ബിജെപി അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റ അക്കൗണ്ടിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഏപ്രിൽ 30-ന് അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ഇന്നലെയാണ് അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമായത്. വീഡിയോ നീക്കം ചെയ്യുന്നതിന് മുൻപ് 1 ലക്ഷത്തോളം പേരാണ് ഇത് കണ്ടത്. വീഡിയോക്കെതിരെ ഇൻസ്റ്റഗ്രാമിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. വീഡിയോ ഡിലീറ്റ് ചെയ്തത് ബിജെപി ആണോ ഇൻസ്റ്റഗ്രാം ആണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അതിനിടെ കോവിഷീൽഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന കണ്ടെത്തൽ വിവാദമായിരിക്കെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം നീക്കിയതെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. സമാനമായ രീതിയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമയത്തും ചിത്രങ്ങൾ നീക്കിയിരുന്നുവെന്നും ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. റിപ്പോർട്ടർ, ദില്ലി.